ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. പുഴ ഒഴുകുന്നത് കൊണ്ടാണ്, നിരന്തരമായി പ്രവഹിക്കുന്നത് കൊണ്ടാണ് അതിനെ പുഴയെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഒഴുകുന്നത് പോലെയല്ല പുഴ, നിരന്തരമായ പ്രവാഹമാണ്. ഓരോ പ്രാവശ്യവും വെള്ളത്തിലിറങ്ങുമ്പോൾ ഒരു പുതിയ പുഴയിലാണ് നമുക്ക് ഇറങ്ങാൻ കഴിയുക. ഓരോ പ്രാവശ്യവും പുഴയിൽ നിന്ന് ഒരു കുമ്പിൾ ജലം കോരുമ്പോൾ ഒരു പുതിയ പുഴയിൽ നിന്നാണ് നാം അത് കോരിയെടുക്കുക. ചരിത്രബോധം നമ്മോട് പറയുന്നത് പുഴ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഒരു പുഴയുണ്ട്, എന്നാൽ യഥാർത്ഥത്തിൽ പുഴ ആ ഒഴുക്കാണ് പുഴയെന്ന് തിരിച്ചറിയുമ്പോൾ ഓരോ തവണയും പുഴ പുതുതായി മാറും. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിനകത്ത് വിശ്വാസബോധ്യങ്ങൾ നൽകുന്ന വെളിച്ചമനുസരിച്ച് വിശ്വാസത്തെ പ്രയോഗവൽക്കരിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അതിൽ നിന്ന് പുതിയവ ആർജിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ജീവിതം നിരന്തരമായി ഒഴുകുന്നൊരു പുഴയാണ്, ഒരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ ഓരോ നിമിഷവും പുതിയതാണ്. വിശ്വാസത്തിന്റെ പാരമ്പര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ആ ബോധ്യം ഉണ്ടാവണം. നമ്മൾ കേൾക്കുന്നവയിലൊന്നും തഴങ്ങാതെ അതിന്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുകയും ഓരോ തവണയും ഒരു പുതിയ ക്രിസ്തുവാനുഭവം അതിൽ നിന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസ ജീവിതം പുരോഗമിക്കുന്നതായി നിലനിൽക്കുക, അല്ലെങ്കിൽ സജീവ യാഥാർത്ഥ്യമാകുക. അതല്ലെങ്കിൽ അതൊരു അടഞ്ഞ അധ്യായമായി മാറും. ഓർമ്മകളിൽ നിൽക്കുന്ന ഒന്നല്ല ജീവിതം, അത് നടന്നു പോകുന്നൊരു കാര്യമാണ്. ആ യാത്രയ്ക്കകത്ത് വിശ്വാസ ജീവിതത്തിന്റെ പ്രയോഗം എത്രത്തോളം നമുക്ക് സാധ്യമാകുന്നു എന്നത് നമുക്കുണ്ടാകുന്ന ബോധ്യങ്ങൾ അനുസരിച്ചാണ്. അതുകൊണ്ട് പുതിയ ബോധ്യങ്ങൾ കേൾക്കുമ്പോൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. വിമർശനങ്ങളോ വിശകലനങ്ങളോ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അങ്ങനെ വിശ്വാസത്തിന്റെ പ്രയോഗ വഴിയിൽ നമ്മുടെ ആശയബോധം നാം നിരന്തരമായി പ്രയോഗിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു നവീകരിക്കപ്പെട്ട വ്യക്തിയായി, ക്രിസ്തു അനുരൂപരായി, കൂടുതൽ തെളിച്ചമുള്ളവരായി നമുക്ക് ജീവിക്കാൻ പറ്റുക. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട്, സിസ്റ്റമാറ്റിക് ആയ ഒരു ധാരണയാണ്. ഇങ്ങനെ ആയിരിക്കണം. ഈ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ പൊസിഷൻ ഒരു ബന്ധത്തിന് സാധ്യമല്ല. കാരണം ബന്ധങ്ങളൊക്കെ ഒരു തുടർച്ചയിലാണെന്ന് മാത്രമല്ല, അനുനിമിഷം നവീകരിക്കപ്പെട്ടുകൊണ്ടും പുതിയ ബോധ്യങ്ങൾ ഉൾക്കൊണ്ടും പുതിയ ചുവടുവെപ്പുകളിലാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് നിലനിൽക്കുന്ന ഒരു സ്ഥാപന രൂപമായി നമുക്ക് കാണാൻ സാധ്യമല്ല. സഭ അതിന്റെ 2000 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഒന്നുപോലെ നിലനിന്നല്ല ഇവിടെ എത്തിയിട്ടുള്ളത്. സഭ നിരന്തരമായി നവീകരിക്കപ്പെടുകയും കൂടുതൽ തെളിച്ചത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈശോ ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉദ്ബോധനത്തിൽ പറയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ തെളിച്ചമുള്ള കാര്യങ്ങൾ അറിയും. പുതിയ കാര്യങ്ങളല്ല, അവൻ എന്നിൽ നിന്നെടുത്ത് നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ പുതിയ കാര്യങ്ങളല്ലാതിരിക്കുകയും അതേസമയം പുതിയ തെളിച്ചങ്ങൾ നൽകുകയും ചെയ്യും. ക്രിസ്തുവിനെ അപ്പോഴാണ് പൂർണ്ണമായി നമുക്ക് അറിയാൻ കഴിയുക. യേശുവിനെ നമുക്കിനിയും പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞു എന്ന് പറയാൻ സാധ്യമല്ല. അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും ജീവിതത്തെ ക്രിസ്തുവിന്റെ കണ്ണോടെ കാണുകയും ചെയ്യുമ്പോൾ അനുനിമിഷം അത് മാറിക്കൊണ്ടിരിക്കും, നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും, കൂടുതൽ തെളിച്ചത്തിലേക്ക് വരും. കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പലപ്പോഴും പരിമിതമാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്നും ഇങ്ങനെ ആയിരുന്നു കുടുംബ ബന്ധങ്ങളെന്നാണ്. കുടുംബ ബന്ധങ്ങൾ കാലക്രമത്തിൽ മാറിയിട്ടുണ്ട്. വ്യവസ്ഥയുടെ രൂപങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുരുഷാധിപത്യപരമായ സമൂഹമാണ് നിലനിന്നിരുന്നത്. ആ പുരുഷാധിപത്യപരമായ സമൂഹം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമത്വത്തിന്റെയും തുല്യതയുടെയും ഒരു ലോകം വരികയാണ്. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ വിവേചനത്തിന് സാധ്യതയില്ലെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയതുപോലെ ആയിരിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ കുടുംബത്തെ സംബന്ധിച്ച് സ്ഥായിയായ ഒരു കാര്യത്തിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. അത് ക്രിസ്തുവിൽ നാം കാണുന്നൊരു കാഴ്ചയാണ്. അഥവാ ക്രിസ്തുവിനെ ഈ ബന്ധത്തിനകത്ത് കൂടുതൽ തെളിച്ചത്തോടെ കാണാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിനെ ഒഴിവാക്കാൻ നമുക്ക് സാധ്യമല്ല. സുവിശേഷത്തിൽ ദൈവത്തിന് സ്വരം കേൾക്കുന്ന, അല്ലെങ്കിൽ ദൈവമാണ് കുടുംബത്തിന്റെ നാഥൻ എന്ന ബോധ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധ ഔസേപ്പിനെ നമുക്ക് കാണാൻ പറ്റും.
യൗസേപ്പ് പിതാവ് ഓരോ പ്രാവശ്യവും ജീവിതത്തിൽ എടുക്കുന്ന നിലപാടുകൾ, ജീവിതത്തിൽ കുടുംബ ബന്ധത്തിനകത്ത് പുലർത്തുന്ന നിലപാടുകൾ ദൈവം എന്തു പറയുന്നു എന്നതനുസരിച്ചാണ്. നമ്മൾ പലപ്പോഴും മാനുഷികതയിലൂന്നി കുടുംബത്തെ ഭരിക്കാനുള്ള അവകാശം പിതാവിനാണ് അല്ലെങ്കിൽ ഭർത്താവിനാണ് എന്ന ധാരണയിലാണ് മുൻപോട്ട് പോവുക. വാസ്തവത്തിൽ ഈ ഭർത്താവ് അല്ലെങ്കിൽ കുടുംബനാഥൻ എന്ന് പറയുന്ന പിതാവ് ഈ ആധിപത്യം പുലർത്തുമ്പോൾ സംഭവിക്കാനിടയുള്ള ഒരു വൈകല്യം, അദ്ദേഹത്തിന്റെ മാനുഷിക പരിമിതികൾ ഈ ഭരണത്തിൽ ഇടപെടുമ്പോൾ അധികാരപ്രമത്തതയും അഹങ്കാരവും അദ്ദേഹത്തിന് തന്നെ വിനയായിട്ട് മാറും. ആ ബന്ധങ്ങൾക്കകത്ത് ക്രിസ്തു പ്രകാശിക്കുന്നത് അനുഭവിക്കാൻ ആ കുടുംബത്തിന് കഴിയില്ല. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ദൂതൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യൗസേപ്പ് പിതാവിനെയാണ്. കുടുംബനാഥന്മാരുടെ മധ്യസ്ഥനായിട്ടും പ്രതീകമായിട്ടും ഒക്കെ യൗസേപ്പ് പിതാവിനെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. യൗസേപ്പ് പിതാവ് എങ്ങനെയാണ് ജീവിതത്തെ ക്രമീകരിച്ചത്? അവിടെയാണ് കുടുംബനാഥൻ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ഒരാളായിട്ട് മാറണം, ശുശ്രൂഷകനായി മാറണം. യേശുവിന്റെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവിന്റെ സ്ഥാനം ഒരു ശുശ്രൂഷകന്റേതാണ്. പിതാവ് ദൈവമാണ്, വളർത്തു പിതാവ് എന്നാണ് നമ്മൾ പറയുക. വാസ്തവത്തിൽ ആ കുടുംബത്തെ ദൈവേഷ്ടപ്രകാരം രക്ഷിക്കാൻ, ആ കുടുംബത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാളാണ് താനെന്ന് യൗസേപ്പിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ദൈവം എന്തു പറയുന്നു എന്നതനുസരിച്ചാണ്. ദൈവം എന്തു പറയുന്നു എന്നതനുസരിച്ചും തന്നെ ഏൽപ്പിച്ചിട്ടുള്ളവരെ നിരന്തരം പരിപാലിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ടുമാണ്. ഓർക്കണം, അവിടെ ആധിപത്യപരമായൊരു സ്വഭാവമുള്ളത്. യൗസേപ്പ് പിതാവ് ഒരു ശുശ്രൂഷകന്റെ സ്ഥാനത്താണ്. ദൈവം ഏൽപ്പിച്ച ചുമതലകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് ദൈവം പറയുന്ന വാക്കാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത്. രണ്ടാമത്, ഈ അപരൻ എന്നെ സംബന്ധിച്ച് ഞാൻ ശുശ്രൂഷിക്കേണ്ടവനാണ് എന്ന ബോധ്യം. അതുകൊണ്ട് ഈ കുടുംബത്തെ പരിപാലിക്കുന്ന, ഈ കുടുംബത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ദൈവം ഏൽപ്പിച്ചു എന്ന ബോധ്യത്തോടെ ദൈവവാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് യൗസേപ്പിനെ നമുക്ക് കാണാൻ പറ്റുക. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 13ഉം 14ഉം തിരുവചനങ്ങളിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന യൗസേപ്പിനെ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഈജിപ്തിലേക്ക് അങ്ങനെ പോകേണ്ടി വരുന്നത്? ജ്ഞാനികൾ ശിശുവിനെ വന്ന് കണ്ട് ആരാധിക്കുന്നു. ആ ആരാധനയ്ക്ക് ശേഷം ജ്ഞാനികൾ തിരിച്ചു പോകുമ്പോൾ എന്തു ചെയ്യണം എന്ന ആലോചന ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന യൗസേപ്പിന് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേട്ട് മറിയത്തെയും ശിശുവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് യൗസേപ്പ് പലായനം ചെയ്യും. ഹെറോദസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറയും, അവിടെ ശത്രുക്കൾ മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകാം. തിരികെ മടങ്ങി ഇസ്രായേലിലേക്ക് വരും. അവിടെ വരുമ്പോഴാണ് യൂദ ഭരിക്കുന്നത് ഹെറോദസിന്റെ മകൻ അർക്കലാവസ് ആണെന്ന് അറിയുന്നത്. വീണ്ടും സ്വപ്നത്തിൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ദൂതൻ പറയുന്നതനുസരിച്ച് ഗലീലയിലേക്ക് പോകുന്നു. അങ്ങനെ യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടണമെന്ന കാര്യം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രവചനങ്ങൾ നിറവേറാൻ വേണ്ടി യൗസേപ്പ് ഗലീലയിലേക്ക് പോകുന്നു. യേശു നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്നു. ഈ യാത്രകൾക്കകത്തൊക്കെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഈ കുടുംബത്തെ നയിക്കുന്നതിൽ, സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ, ദൈവേഷ്ടം അവരിൽ നിറവേറുന്നത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളെക്കാൾ ദൈവം പറയുന്നത് എന്ത് എന്ന് കേൾക്കുന്ന ഒരാളെയാണ്. ബന്ധങ്ങൾക്കകത്ത് നാം പരിശോധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും പുരുഷാധിപത്യ സമൂഹം എന്നൊക്കെ പറയുന്നത് ഇന്ന് അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും ഇന്നും പലപ്പോഴും കുടുംബം എന്ന സംവിധാനത്തിനകത്ത് അധീശത്വം പുലർത്തുന്ന ഒരാളായിട്ടാണ് കുടുംബനാഥൻ അഥവാ ഭർത്താവ് നിലനിൽക്കുന്നത്. വാസ്തവത്തിൽ ദൈവേഷ്ടം നിറവേറ്റുന്ന ഒരാളായി മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി അയക്കപ്പെട്ടയാളാണ്, അവരുടെ സുരക്ഷിതത്വം നോക്കേണ്ട ആളാണ്. അതിന് പകരം പലപ്പോഴും സ്വന്തം അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്ന അധീശത്വം പുലർത്തുന്നവരായിട്ട് കുടുംബനാഥന്മാർ മാറുന്നു. ദൈവവചനത്തെ ഇതിന് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നും ഈ പുരുഷാധിപത്യ ക്രമത്തിനറിയാം. അതുകൊണ്ട് പലപ്പോഴും പുരുഷാധിപത്യ ക്രമം തങ്ങൾക്കിണങ്ങും വിധം ഈ കുടുംബ ബന്ധങ്ങളെ നിർവചിക്കുന്നു. അവിടെയാണ് അധീശത്വമുള്ള, അധികാരമുള്ള ഒരാളായി പിതാവ് വരുന്നു. പണ്ടൊക്കെ ഈ പിതാവിനാണ് വരുമാനമുള്ളത്.
അപ്പോൾ സാമ്പത്തികമായ വരുമാനമുള്ളയാൾ, ഭൂമിയിൽ അധികാരമുള്ളയാൾ, ഉടമയായ ഒരാൾ, അയാൾക്ക് അടിമയായി മാറുകയാണ് ഈ കുടുംബം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിൽ, അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ദൈവേഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നതിനേക്കാൾ മാനുഷികമായ താല്പര്യങ്ങൾ അവിടെ മേധാവിത്വം പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ആധുനിക സമൂഹം പുരുഷാധിപത്യപരമായ പ്രവണതകളിൽ നിന്ന് വിമോചനം നേടാൻ വെമ്പി നിൽക്കുന്ന സമൂഹം, പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആളുകൾ പോലും പറയുന്നത് തങ്ങളിങ്ങനെ ഈ അധീശത്വമുള്ളവരാണെന്നാണ്. പറയാതെ പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആണാണ്, അതുകൊണ്ട് ഞാൻ ഒരു വാക്കേ പറയൂ. പെണ്ണാണെങ്കിൽ പല വാക്ക് പറയുന്നതിനർത്ഥം. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 26, 27, 28 തിരുവചനങ്ങളിൽ വളരെ വ്യക്തമായി ദൈവം എന്താണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. എന്നിട്ട് അവർക്ക് ഈ ഭൂമിയിലുള്ള സകലതിൻ്റെ മേലും ആധിപത്യം നൽകി. എന്നാൽ ഈ ആധിപത്യം സ്വയം കൈയാളുകയും ഈ അധീശത്വ ഭാവം പുരുഷനാണ് എന്ന് മാനുഷികമായി അല്ലെങ്കിൽ സ്വയച്ഛയാൽ കരുതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ് സ്ത്രീകൾ രണ്ടാം തരക്കാരായി പരിഗണിക്കാൻ തുടങ്ങിയത്. ദൈവം സ്ത്രീയുടെ മേൽ അധികാരം നൽകിയല്ല പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ സമഭാവനയിലാണ്, സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ്. ഈ ഛായയും സാദൃശ്യവും എങ്ങനെയുള്ളതാണ്? പാരസ്പര്യത്തിലൂന്നിയതാണ്. സ്ത്രീത്വ സങ്കല്പം എപ്പോഴും നമുക്ക് നൽകുന്ന ബോധ്യം അതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ബന്ധം ഒരു കൂടിയാലോചനയുടെ ഇടമായിട്ടും പരസ്പരം ആദരിക്കുകയും സ്നേഹിക്കുകയും പരസ്പരം ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്ന സ്നേഹത്തിലധിഷ്ഠിതമായ ഒരു ബന്ധത്തെയാണ് ത്രിത്വം പ്രകാശിപ്പിക്കുന്നത്. ആ ത്രിത്വത്തിന്റെ സമാനതയിൽ ഒരു ബന്ധത്തിനകത്തേക്ക് മനുഷ്യനെ ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ പങ്കാളിയായിട്ടാണ്, തുല്യതയിലാണ്, ബന്ധത്തിനകത്താണ് ദൈവം മനുഷ്യനെ പൂർണ്ണനായി പരിഗണിക്കുന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾക്കകത്ത്, സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഒരു മേൽക്കോയ്മയുടെ ഒരു സാധ്യത ദൈവം വെച്ചിട്ടില്ല. പുരുഷൻ കുടുംബത്തിന് അധികാരിയായിരിക്കും എന്ന് വചനം പറഞ്ഞിട്ടില്ല. സ്ത്രീയുടെ മേൽ ആധിപത്യം അവൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയിലെ സകലതിൻ്റെ മേലും ആധിപത്യം മനുഷ്യനുണ്ടെന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്ന സങ്കല്പത്തിൽ ദൈവം പറയുന്നത് സ്ത്രീയും പുരുഷനും ചേർന്നിട്ടാണ്. സ്ത്രീയെയോ പുരുഷനെയോ വകതിരിച്ച് നിർത്തിയിട്ടല്ല ദൈവം പറയുന്നത് മനുഷ്യൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ സൃഷ്ടിച്ചു, എന്നിട്ട് അവരെ മനുഷ്യൻ എന്ന് വിളിച്ചു. സ്ത്രീയും പുരുഷനും എന്നത് മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയ്ക്കുള്ള ഒരു ബന്ധമാണെന്ന്, ആ ബന്ധമാണ് മനുഷ്യനെന്ന് ദൈവം നിർവചിക്കുന്നുണ്ട്. സ്ത്രീയും പുരുഷനുമെന്ന് പ്രത്യേകമായി മാറി നിൽക്കുകയല്ല, സ്ത്രീ പുരുഷൻ എന്ന ഈ ബന്ധമാണ്, അല്ലെങ്കിൽ അവർ ഇരുവരും ഒരുപോലെ ആയിരിക്കുമ്പോഴാണ്, ഒന്നു ചേരുമ്പോഴാണ് മനുഷ്യൻ എന്ന സമ്പൂർണത യാഥാർത്ഥ്യമാകുക എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ ബന്ധങ്ങൾക്കകത്ത് കാലക്രമത്തിൽ ഈ അധീശത്വം പുരുഷനാണ് എന്ന ഭാവം കടന്നുകൂടി. അങ്ങനെ കടന്നുകൂടിയിട്ടുള്ള ഈ ആശയത്തെ, അല്ലെങ്കിൽ പുരുഷാധിപത്യ ക്രമത്തിന്റെ ആശയത്തെ സാധൂകരിക്കാൻ വേണ്ടി നിരന്തരമായി പുരുഷനാണ് കുടുംബനാഥൻ, അവനാണ് കുടുംബത്തെ നയിക്കുന്നത് എന്നൊരു ബോധ്യം വളർത്താൻ തുടങ്ങി. വാസ്തവത്തിൽ കുടുംബത്തെ നയിക്കേണ്ടത് ദൈവമാണ്. കാര്യം ബന്ധങ്ങളെ പുരോഗമിപ്പിക്കുന്നതും ആ ബന്ധങ്ങളിലൂടെ സ്നേഹത്തിന്റെ അനുഭവതലം സൃഷ്ടിക്കുന്നതും അങ്ങനെ മനുഷ്യത്വത്തെ സമ്പൂർണമാക്കുന്നതും ദൈവമാണ്. ക്രിസ്തുവിലാണ് മനുഷ്യൻ സമ്പൂർണനാകുന്നത്. ക്രിസ്തുവാണ് കുടുംബത്തിന്റെ നാഥൻ. ക്രിസ്തു പറയുന്നതനുസരിച്ചാണ് ജീവിക്കുന്നത്. യേശുവിനെയാണ് പ്രയോഗവൽക്കരിക്കുന്നത് എങ്കിൽ അവിടെ ഒരാൾക്കും ഒരാളുടെ മേലും ആധിപത്യമില്ല. അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുക, അവരന് വേണ്ടി തന്നെ ഭക്ഷണമായി നൽകുക, അവരന് വേണ്ടി പരിഹാരമായി മാറുക, അവരന് വേണ്ടി ജീവൻ നൽകുക എന്നതല്ലാതെ ക്രിസ്തുവിൽ നിന്ന് പഠിക്കാൻ വേറെ പാടില്ല. ആ ഒരു പാഠം ഒരു കുടുംബത്തിനകത്ത്, ഒരു ബന്ധത്തിനകത്ത് നാം പ്രയോഗിക്കുമെങ്കിൽ അവിടെ അധീശത്വത്തിന് അവകാശമില്ല. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി മോചനദ്രവ്യമായി മാറുവാനുമാണ് മനുഷ്യപുത്രൻ വന്നത്. അപ്രകാരം മോചനദ്രവ്യമാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. വാസ്തവത്തിൽ ബന്ധങ്ങൾക്കകത്ത് നാം ഇന്ന് കാണുന്നത്
ക്രിസ്തു പറഞ്ഞ ഈ മാർഗമല്ല, അതിന് പകരം ഒരു സാമൂഹ്യ ക്രമത്തിനകത്താണെന്ന ബോധ്യത്തിൽ പുരുഷാധിപത്യ ക്രമത്തെ തന്നെയാണ് വെച്ച് വാഴിക്കുന്നത്. അതുകൊണ്ട് കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ആണോ പെണ്ണോ എന്ന വേർതിരിവുണ്ടാകുന്നു. ആൺകുട്ടിക്ക് പ്രത്യേക പ്രിവിലേജുകൾ കൊടുക്കുന്നു, പെൺകുട്ടിക്ക് കൂടുതൽ അടിമഭാവം പകർന്നു നൽകുന്നു. ഇത്തരത്തിൽ മനുഷ്യരെ ദൈവം പറയുന്നതിന് വിരുദ്ധമായ, സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ, സമഭാവനയ്ക്ക് വിരുദ്ധമായ ഒരു ജീവിത ശൈലിയിലൂടെ നയിക്കുന്നു. അങ്ങനെ ഒരു പെണ്ണിനെ രൂപപ്പെടുത്തുന്നു, ഒരു പുരുഷനെ രൂപപ്പെടുത്തുന്നു. ആ പുരുഷൻ സ്വാഭാവികമായും അവൾ എനിക്ക് അടിമയായിരിക്കേണ്ടവളാണ്, അവൾ എനിക്ക് കീഴായിരിക്കേണ്ടവളാണ് എന്ന ചിന്തയിൽ ജീവിക്കുന്നു. ഇത് ക്രിസ്തുവിരുദ്ധമായൊരു ബന്ധമാണ് നമ്മൾ തിരിച്ചറിയണം. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലനിൽക്കുന്നവയെ എതിർക്കുന്ന ഒന്നായിട്ട് ഇത് തോന്നിയേക്കാം. വാസ്തവത്തിൽ ക്രിസ്തു പഠിപ്പിച്ച ഒരു ബന്ധം എന്ന് പറയുന്നത് അവനു വേണ്ടി ഞാനായിത്തീരുക, ഭക്ഷണമായി തീരുക, പരിഹാരമായി തീരുക, ജീവൻ കൊടുക്കുന്നയാളായിട്ട് തീരുക എന്നാണ്, ശുശ്രൂഷിക്കാനാണ്. പക്ഷെ നാം ഓരോ ബന്ധങ്ങളെയും ശുശ്രൂഷിക്കപ്പെടാനുള്ളതായിട്ട് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഭാര്യ ഭർത്താവിന് ശുശ്രൂഷിക്കണം എന്നതൊരു അലിഖിത നിയമമായിരിക്കുന്നു. മക്കൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കണമെന്നത് ഒരു അലിഖിത നിയമമായിട്ട് നമ്മൾ വെക്കുന്നു. ഇവയൊക്കെ ചെയ്യാത്തവർ തെറ്റുകാരാണെന്ന് വരുന്നു. വാസ്തവത്തിൽ ക്രിസ്തു പഠിപ്പിച്ചത് ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത്, ഏത് ബന്ധത്തിനകത്താണോ ഒരു വ്യക്തി, അവരന് വേണ്ടിയുള്ള ഭക്ഷണമാണെന്നും അവരന് വേണ്ടിയുള്ള ജീവനാണെന്നും അവരന് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കേണ്ടവനാണെന്നുമാണ്. ആ നിലയ്ക്കാണ് എങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നാം വീണ്ടും പരിശോധിക്കേണ്ടി വരും. ഓരോ ബന്ധത്തിലും പരസ്പര ബഹുമാനം പ്രധാനപ്പെട്ടതാണ്. പരസ്പര ബഹുമാനവും അവരന് വേണ്ടിയുള്ള സമർപ്പണവും ബന്ധത്തിനെ ഉറപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഈ പരസ്പര ബഹുമാനം എന്നത് എങ്ങനെയാണ് ഉണ്ടാവുക? അത് കേവലമായ വ്യക്തി എന്ന നിലയ്ക്കുള്ള ബഹുമാനമാണെങ്കിൽ നിശ്ചയമായിട്ടും അതിന് സാധ്യത കുറവാണ്. എന്ന് മാത്രമല്ല, ആ ബഹുമാനം നിലനിൽക്കുന്നതല്ല. നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ, മാനുഷികമായ പരിമിതികൾക്കകത്ത് അത് അസാധ്യമായ കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലെ സാമൂഹ്യ നിയമങ്ങളാണ്. അവിടെ പിതാവിനെ ബഹുമാനിക്കണം, പിതാവിന്റെ വാക്ക് കേൾക്കണം, അങ്ങനെ പിതാവിന്റെ വാക്ക് കേൾക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. മാതാവിന്റെ വാക്കുകൾ കേൾക്കണം, മാതാവിന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ അവന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളകും എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്തുള്ള ചില കാര്യങ്ങളാണ്. പുരുഷാധിപത്യപരമായ ഒരു സമൂഹത്തിനകത്ത് നിലനിന്നിരുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ പഴയ നിയമത്തിന്റെ കെട്ടിൽ നിന്ന് പുറത്തു കിടന്നവരാണ് നമ്മൾ. പഴയ നിയമത്തെ പാലിക്കുമ്പോഴും പഴയ നിയമം പറയുന്ന, പഴയ നിയമകാലത്തുണ്ടായിരുന്ന ജീവിതത്തെയോ ദർശനങ്ങളെയോ അംഗീകരിക്കുന്നവരല്ല നമ്മൾ. അതാണല്ലോ പൂർത്തീകരിക്കപ്പെട്ടത്. ക്രിസ്തുവിലായിത്തീരുമ്പോൾ ബന്ധങ്ങൾക്കുണ്ടാകേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ബഹുമാനമാണ്, ഒന്ന് സമർപ്പണമാണ്. ഈ ബഹുമാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു വ്യക്തിയോട് നമുക്കുണ്ടാകാൻ എളുപ്പമല്ല. ഒരു വ്യക്തിയെ എങ്ങനെ ബഹുമാനിക്കാൻ കഴിയുക? ഏത് വ്യക്തിബന്ധത്തിനകത്തും തമ്മിൽ കൂടുതൽ അറിയും തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പോരായ്മകളും കുറവുകളാണ്. അങ്ങനെ കുറവ് കാണുമ്പോൾ എങ്ങനെ ബഹുമാനിക്കാൻ പറ്റുക? അവിടെ അവരെന്നെ ബഹുമാനിക്കണമെങ്കിൽ അത് സ്ഥാനത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ ഒക്കെ പേരിലാവണമെന്ന് പറയുന്നത് ഒരു സാധാരണത്വമാണ്, മാനുഷികമായ ചിന്തയാണ്. വാസ്തവത്തിൽ എങ്ങനെയാണ് ബഹുമാനിക്കാൻ കഴിയുക? കർത്താവിലെ ബഹുമാനിക്കാൻ കഴിയും. മാനുഷികമായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എഫേസ്യർ 6:3 പറയുന്നുണ്ട്, കുഞ്ഞുമക്കളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ കർത്താവിൽ ബഹുമാനിക്കുവിൻ. എന്താണ് കർത്താവിൽ ബഹുമാനിക്കുക എന്ന് വെച്ചാൽ? ദൈവം തന്നവരാണെന്ന നിലയ്ക്ക് ബഹുമാനിക്കാൻ പറ്റും. ഇപ്പോൾ പുരോഹിതനാകട്ടെ, പിതാവാകട്ടെ, മെത്രാനാകട്ടെ, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നത് ദൈവം തന്നവരെന്ന നിലയ്ക്കാണ്. വ്യക്തിപരമായി പരിശോധിച്ചാൽ 100 കുറവുകൾ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ഉണ്ടാവും, നമുക്കവരെ ബഹുമാനിക്കാൻ കഴിയില്ല. ഇപ്പൊ വ്യക്തിപരമായി അവരുടെ പരിമിതികളിലേക്ക് നോക്കാതെ ആ വ്യക്തിപരമായ പരിമിതികളെക്കാൾ അപ്പുറത്ത് ദൈവം നമുക്ക് തന്നവരാണ്, ദൈവം നമുക്ക് സ്നേഹിക്കാൻ തന്നവരാണ്, ദൈവം നൽകിയിട്ടുള്ള സമ്മാനമാണിവർ എന്ന നിലയ്ക്ക് ദൈവത്തെ ബഹുമാനിക്കുന്നതിനെ പ്രതി നമ്മൾ അവരെ ബഹുമാനിക്കണം. പൗരോഹിത്യത്തെ ബഹുമാനിക്കണം. അതേസമയം തന്നെ പുരോഹിതൻ എന്ന് പറയുന്ന വ്യക്തിക്കുള്ള ന്യൂനതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ന്യൂനതകൾ നിലനിൽക്കെ തന്നെ
ഈ വ്യക്തിയേക്കാൾ ഉപരിയായി ദൈവം അവരെ നമുക്ക് തന്നു, പുരോഹിതരായി തന്നു, ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചു എന്ന നിലയ്ക്ക് അവരെ ബഹുമാനിക്കാനും നമുക്ക് കഴിയണം. ഒരു പിതാവ് കുടുംബത്തിനകത്തായിരിക്കുമ്പോൾ, മാതാവ് കുടുംബത്തിനകത്തായിരിക്കുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള കാരണമായി മാറേണ്ടത് ഇപ്രകാരം ദൈവം അവരെ നമുക്ക് തന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം അവരെ നമുക്ക് തന്നു എന്ന് പറയുന്ന ബോധം നിലനിൽക്കണം. അതേസമയം തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം അവരന് വേണ്ടി സമർപ്പിക്കാൻ വന്നവനാണ്. സ്വയം ഉപേക്ഷയാണ് രക്ഷയുടെ മാർഗം. അവനവനെ ഉപേക്ഷിക്കാതെ രക്ഷയില്ല. അപ്പൊ അവനവനെ ഉപേക്ഷിക്കാനുള്ള ഉപാധികളായും ഇവരെ കാണാൻ പറ്റണം. അപ്പൊ മക്കളാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ബന്ധങ്ങളിൽ ഏതുമാകട്ടെ, സാഹോദര്യമാകട്ടെ, ഈ അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുകയും ഭക്ഷണമായി മാറുകയും പരിഹാരമായി നിലനിൽക്കുകയും ചെയ്യുക എന്ന അടിസ്ഥാന ബോധം നിലനിൽക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ബന്ധത്തിൽ വളരാൻ പറ്റൂ. നമ്മൾ മാനുഷിക ബന്ധങ്ങളിൽ വളരുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവിക ബന്ധത്തിലാണ് വളരുന്നത് എന്നറിയണം, മാനുഷിക ബന്ധത്തിലല്ല. മാനുഷിക ബന്ധങ്ങൾ ഓരോന്നും നശ്വരങ്ങളാണ്. മാനുഷിക ബന്ധങ്ങൾ നിലനിൽക്കുന്നവയല്ല. നമ്മൾ എത്ര വിചാരിച്ചാലും കൂടെയുള്ള ആളുകൾ ഈ ലോകത്തുനിന്ന് വേർപിരിയും, നമ്മളും വിട്ടുപോകും. ബന്ധങ്ങളൊക്കെ സ്ഥായി ഭാവമുള്ളതല്ല. ആ ബന്ധങ്ങൾ എവിടെ വരെയാണ്? ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെയാണ്. അപ്പോൾ ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ ദൈവത്തെ പ്രതി സ്നേഹം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ സ്നേഹം പ്രകാശിപ്പിക്കാൻ ദൈവം തന്നിട്ടുള്ള അവസരങ്ങളായി അവരെ കാണണം. അങ്ങനെ ദൈവത്തെ പ്രതി അവരെ സ്വീകരിക്കുമ്പോഴാണ് ബഹുമാനിക്കാൻ പറ്റുക. മാനുഷികമായ പരിമിതികളെ വിട്ട് ബഹുമാനിക്കാൻ പറ്റുക. ഇപ്പൊ കുറവും പോരായ്മയുള്ളവരും ഒക്കെ ആയിരിക്കും ബന്ധങ്ങളിൽ. ആ ബന്ധങ്ങൾക്കകത്ത് ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. കുടുംബം എന്നത് അല്ലെങ്കിൽ ബന്ധം എന്നത് ഒരിക്കലും ഒരു മാനുഷിക സംവിധാനമല്ലെന്നും അതൊരു ദൈവിക സംവിധാനമാണെന്നും ആ ദൈവിക സംവിധാനത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കാനും അനുഭവിക്കാനുമുള്ള ഇടമായി മാനുഷിക ബന്ധങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അങ്ങനെ മാനുഷിക ബന്ധങ്ങളെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മുടെ ബന്ധങ്ങൾ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്നതായിട്ട് മാറൂ, യാഥാർത്ഥ്യമായിട്ട് മാറൂ. അല്ലെങ്കിൽ അത് തടവറയായിട്ട് മാറും, ജയിലായിട്ട് മാറും. പലപ്പോഴും കുടുംബങ്ങൾ മക്കൾക്ക് തടവറയാണ്. മാതാപിതാക്കൾ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ബലിയാടുകളായി കുഞ്ഞുങ്ങൾ മാറുന്നു. വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വരെ പ്രണയിച്ചിരുന്ന ആളുകൾ വിവാഹബന്ധത്തിനകത്ത് വരുമ്പോൾ പരസ്പരം അംഗീകരിക്കാനും സ്വീകരിക്കാനും കഴിയാത്തവരായി മാറുന്നു. അടിമതുല്യമായ ജീവിതം ഉണ്ടാവുന്നു. പലപ്പോഴും കുടുംബങ്ങളിൽ സ്ത്രീകൾ ഇപ്പോഴും അടിമകളാണ്. അതിന് പറയുന്ന 100 ന്യായങ്ങളുണ്ട്. നിങ്ങളിത് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. എന്നിട്ട് ഈ സ്ത്രീയെ നല്ല സ്ത്രീയായിട്ട്, കുലസ്ത്രീയായിട്ട്, മാതൃകാപരമായ സ്ത്രീയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ നമുക്ക് കഴിയും. നമ്മളിപ്പോഴും അറിയാതെ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. കുറേ നാൾ മുമ്പ് വരെ ഞാനും പറഞ്ഞിട്ടുണ്ട്, മക്കൾക്കും ഭർത്താവിനും ഒക്കെ വിളമ്പി കൊടുത്തിട്ട് ചട്ടിയിൽ കഞ്ഞിവെള്ളം കുടിച്ചിരുന്ന അമ്മമാരെ കുറിച്ച്. ഞാൻ വലിയ അഭിമാനത്തോടെ പറഞ്ഞു, ആ സ്ത്രീകളെ സംബന്ധിച്ച്, ആ ചെയ്ത അമ്മമാരെ സംബന്ധിച്ചൊരു മഹത്തായ കാര്യമാണ്. പക്ഷേ അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു ഓർക്കണം. ഭക്ഷണം വിളമ്പുമ്പോൾ അതിൽ മുന്തിയ പങ്ക് ഭർത്താവിനും മക്കൾക്കും കൊടുത്ത് ചട്ടിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിക്കേണ്ടി വന്നിരുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു സ്വയം സമർപ്പണത്തിന്റെ ഭാഗമായി ചെയ്തിരുന്നൊരു കാര്യമല്ല. അത് നിലനിന്നൊരു വ്യവസ്ഥയൊരു അടിമത്വം അതിന്റെ പുറകിലുണ്ട്. ഇതാണ് സ്ത്രീ എന്ന് അടയാളപ്പെടുത്തിയിരുന്നു. അവൾ ക്ഷമയാണ്, ത്യാഗപൂർണയാണ് എന്ന പേര് ചാർത്തിക്കൊടുത്ത് അവളെ കൊണ്ട് നിർബന്ധമായി ഇത് ചെയ്യിക്കുകയായിരുന്നു. വാസ്തവത്തിൽ തുല്യ പരിഗണന ലഭിക്കേണ്ടതാണ്. ഭർത്താവിന് ഇങ്ങനെ മുന്തിയത് വിളമ്പി കൊടുക്കുമ്പോൾ അത് എനിക്കുള്ളതല്ലെന്നും നിനക്കും അതിൽ പങ്കുണ്ടെന്നും നാം ഒന്നിച്ചാണെന്നും പറയേണ്ടതായിരുന്നു. അത് പറയുമ്പോഴാണ് ഈ ഭർത്താവ് രക്ഷയിലേക്ക് പ്രവേശിക്കുക, ഭാര്യയെ സംബന്ധിച്ചല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ സ്ത്രീ ഇതൊക്കെ അനുഭവിക്കണം. അവൾ ഇങ്ങനെയൊക്കെയാണ്, അവൾ കുടുംബിനിയാണ്, വീട്ടമ്മ. എന്തേ വീട്ടച്ഛനില്ലാതെ പോകുന്നു? വീട്ടമ്മ ഉണ്ടെങ്കിൽ വീട്ടച്ഛനും ഉണ്ടാകണ്ടേ? അപ്പൊ അതുകൊണ്ട് സ്ത്രീക്ക് തുല്യത പകർന്നു കൊടുക്കാൻ കഴിയാത്ത ബന്ധങ്ങളിലേക്ക് നമ്മൾ തരംതാണു പോകുന്നു. മക്കൾ അടിമകളാണെന്ന ബോധ്യത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷന്റെ തലം കുടുംബത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ആ ഡിസ്ക്രിമിനേഷന്റെ തലം നിലനിൽക്കുന്ന ഒന്നല്ല. അത് സമൂഹം ആധുനികവൽക്കരിക്കപ്പെടും തോറും, സ്ത്രീ ശാക്തീകരണം സംഭവിക്കും തോറും, കൂടുതൽ ബോധ്യങ്ങളിലേക്ക് വളരും തോറും അത് മാറിക്കൊണ്ടിരിക്കും. കുടുംബത്തിന് പഴയതായി നിലനിൽക്കാൻ സാധ്യമല്ല. എന്നാൽ കുടുംബം ദൈവം സ്ഥാപിച്ചിടമാണ്. കുടുംബം എന്നത് ഒരു ബന്ധമാണ്. ആ ബന്ധം എന്ന് പറയുന്നത് അവരെ ശുശ്രൂഷിക്കാനും അവരിന് വേണ്ടി ജീവൻ കൊടുക്കാനും അവന് ഭക്ഷണമാകാനും അപരത്വത്തെ പ്രതി സ്വയം ഉപേക്ഷ വഴി സ്വയം രക്ഷ പ്രാപിക്കാനും
ദൈവത്തോടുള്ള ബന്ധം പ്രകാശിപ്പിക്കാനുള്ള ഇടമാണ് കുടുംബം. ആ നിലയ്ക്ക് കാണുമ്പോൾ കുടുംബ ബന്ധങ്ങളെ നമ്മൾ നമ്മുടെ ചിന്തകളിൽ പെട്ടിട്ടുള്ള കടന്നുകൂടിയിട്ടുള്ള വൈകല്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. അപ്പൊ കുടുംബ ബന്ധം ഒരു സ്വതന്ത്ര ബന്ധമായിട്ട് മാറും. സ്വാതന്ത്ര്യമുള്ള ഇടം. ആ സ്വാതന്ത്ര്യമുള്ള ഇടമായി മാറാത്തപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റു വഴിക്ക് തിരിയുന്നത്, സ്വാതന്ത്ര്യമുള്ള ലോകം അന്വേഷിക്കുന്നത്. ചിറക് മുളച്ചിട്ടും കൂട്ടിൽ കിടക്കാൻ നിർബന്ധിക്കുമ്പോൾ കിളികൾക്ക് പറക്കാനുള്ള താല്പര്യമുണ്ടാകുന്നത് പോലെ കുട്ടികൾ സ്വതന്ത്ര വഴികൾ തേടും. സ്വതന്ത്ര വഴികളെന്ന് പറഞ്ഞ് അവർ തേടുന്നത് നേർവിപരീതങ്ങളായി പോകും. കുടുംബം നിഷ്കർഷിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക എന്ന ഭാവത്തിലേക്ക് വരും. ഈ എതിർപ്പ് അവരെ എതിർഭാവത്തേക്ക് നയിക്കും. അവിടെ അവർക്കും സമർപ്പണ ജീവിതത്തിലേക്ക് വരാൻ കഴിയാതെ വരും, ബന്ധത്തിലേക്ക് പുരോഗമിക്കാൻ കഴിയാതെ വരും. അങ്ങനെ വരുമ്പോൾ അവർ ലോകാധിപത്യത്തിന് വിധേയപ്പെടും. ലോകത്തെ സുഖഭോഗങ്ങൾ തേടിയും സന്തോഷങ്ങൾ തേടിയും നമ്മുടെ കുടുംബം ഛിന്നഭിന്നമാകുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള കാരണം ആ കുടുംബത്തിനകത്ത് ഈ സ്വയം സമർപ്പണത്തിന്റെ സാധ്യതകൾ വിനിയോഗിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. കൊളോസ്യർ ലേഖനത്തിൽ നമുക്ക് കാണാം, അവിടെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൊളോസ്യർ 3:18 പറയുന്നു, ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് ചേർന്ന വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എഫേസ്യർ ലേഖനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. ഭർത്താവിന് എല്ലാ കാര്യങ്ങളിലും വിധേയയായിരിക്കണം ഭാര്യ. ഇത് മലയാളം ബൈബിളിൽ POC ബൈബിളിലുള്ള വചനമാണ്. ഈ വചനം തന്നെ ഇംഗ്ലീഷ് ബൈബിളിൽ കാത്തലിക് വെർഷനിൽ പറയുന്നത് ഇങ്ങനെയല്ല. ട്രാൻസ്ലേഷൻ ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് എ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്നൊരു വൈജാത്യമാണ്. നമ്മുടെ സാമൂഹ്യ ക്രമത്തിന് അംഗീകരിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഈ വചനം വ്യാഖ്യാനിക്കപ്പെട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാത്തലിക് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, വൈഫ്സ് സബ്മിറ്റ് യുവർസെൽവ്സ് ടു യുവർ ഹസ്ബൻഡ്സ് ആസ് യു ഷുഡ് ഡു ഇൻ ദി ലോർഡ്. അവിടെ വിധേയരായിരിക്കാനല്ല പറഞ്ഞിട്ടുള്ളത്, സമർപ്പിക്കാനാണ്. ഈ സമർപ്പണം പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാണ്. പുരുഷനൊരു സമർപ്പണവും സ്ത്രീക്കൊരു സമർപ്പണവും രണ്ട് ചേരിയായിട്ട് ദൈവത്തിന് പറയാൻ പറ്റും. എല്ലാവരും ദൈവമക്കളായിരിക്കെ, എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായിരിക്കെ സ്ത്രീക്കൊരു നിയമവും പുരുഷനൊരു നിയമവും ദൈവം അങ്ങനെ നൽകുക. അവിടെ പറഞ്ഞത് നിങ്ങൾ സമർപ്പിക്കണമെന്നാണ്. സബ്മിറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഒബൈ അല്ല, കീഴ്പ്പെടലല്ല, സമർപ്പിക്കലാണ്. സമർപ്പണവും കീഴ്പ്പെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. കീഴ്പ്പെടുമ്പോൾ കീഴ്പ്പെടുത്താൻ ഒരാളുണ്ടാവും. സമർപ്പണം കീഴ്പ്പെടുത്തലിന്റെ ഭാഗമല്ല, സ്വതന്ത്രതയോടെ ക്രിസ്തുവിൽ ചെയ്യാനുള്ള പ്രവൃത്തിയാണ്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നിരിക്കെ സ്ത്രീക്ക് മാത്രമായിട്ട് അപ്രകാരം ഒരു കാര്യമില്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഈ സമർപ്പണത്തിൽ ഉണ്ടാകണം. ആ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന നൂലിഴ. അത് ദൈവവുമായുള്ള ബന്ധത്തിന്റെ ഒരു പ്രകാശനാണ്. നമ്മളൊരു വ്യക്തിയെ സ്വീകരിക്കുന്നത് ദൈവത്തെ പ്രതി ആവണം, മനുഷ്യനെ പ്രതി ആവരുത്. ദൈവത്തെ പ്രതി ആവണമെന്ന് പറയുന്നതിന്റെ കാര്യം, മനുഷ്യനെ പ്രതിയാണെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറുമ്പോൾ അത് മാറിപ്പോവും. അതാണ് വേറെ ഒരു കാര്യവും പ്രേരകമായിട്ടുണ്ടാകരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വേറൊന്നും പ്രേരകമായിട്ടുണ്ടാകരുതെന്ന് പറയാൻ കാരണം, ദൈവത്തെ പ്രതിയാവണം സ്വീകരിക്കുന്നത്. നമ്മൾ ബന്ധങ്ങൾക്ക് അപജയം ഉണ്ടാകുമ്പോഴൊക്കെ പറയുമല്ലോ, ഇതിപ്പോൾ ആധുനിക കാലത്തിന്റെ പ്രത്യേകതയാണെന്നൊക്കെ പറയുമല്ലോ. യഥാർത്ഥത്തിൽ ആധുനിക കാലത്താണെങ്കിലും മുൻപാണെങ്കിലും ബന്ധങ്ങൾക്കകത്ത് വിള്ളലുണ്ടാകുന്നത് വാസ്തവത്തിൽ ദൈവത്തെ പ്രതി സ്വീകരിക്കാതെ പോകുമ്പോഴാണ്. പണ്ടത് അടിമഭാവത്തിൽ കഴിയുമായിരുന്നു, ഇപ്പൊ അടിമഭാവത്തിൽ കഴിയില്ല, അതുകൊണ്ട് അത് പുറത്തേക്ക് വരുന്നു. പണ്ടൊരു കുടുംബത്തിന് ചുവരുകൾക്കകത്തുണ്ടായിരുന്ന കലഹങ്ങൾ ഇന്ന് പുറത്തേക്ക് വരുന്നു, അത്രേ ഉള്ളൂ. വ്യക്തി എന്ന നിലയ്ക്ക് മനുഷ്യൻ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിന്റെ തലത്തിലേക്ക് വരികയാണ്. ഇൻഡിവിജ്വാലിസം അതിന്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് പഴയതുപോലെ ഒളിച്ചു വെക്കാനോ അതിന് വിധേയപ്പെടാനോ കഴിയാത്തവരായിട്ട് മനുഷ്യൻ മാറും. വിധേയത്വമല്ല കുടുംബത്തിനകത്ത് വേണ്ടത്. കുടുംബത്തിനകത്ത് വേണ്ടത് സമർപ്പണമാണ്. സബ്മിറ്റ് യുവർസെൽവ്സ്. ആ സമർപ്പണം ദൈവത്തിനുള്ള സമർപ്പണമാണ്. ദൈവത്തോടുള്ള സമർപ്പണമാണ് ഓരോ മനുഷ്യനോടുള്ള സമർപ്പണത്തിലും വെളിപ്പെടേണ്ടത്. ഇത് ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ഭാര്യയ്ക്ക് മാത്രമുള്ള കാര്യമൊന്നുമല്ല. വിശുദ്ധ പൗലോസ് ഈ ലേഖനം എഴുതുന്ന കാലഘട്ടം പാട്രിയാർക്കലായ ചായ്ച്ചിലുകൾ നിലനിൽക്കുന്നൊരു കാലമാണ്. പുരുഷാധിപത്യ സമൂഹത്തിനകത്താണ് അത് എഴുതുന്നത്. അപ്പൊ അതിന്റെ ചായ്ച്ചിലുണ്ടാവും.
പക്ഷെ വാസ്തവത്തിൽ ആ വചനം പറയുന്നത് വിധേയപ്പെടാനല്ല, സമർപ്പിക്കാനാണ്. അപ്പൊ സമർപ്പണമാണ് ദാമ്പത്യ ബന്ധത്തിന് അല്ലെങ്കിൽ ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാന മൂല്യമായിട്ട് നിൽക്കേണ്ടത്. ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കൂ എന്നാ പറയുന്നത്. വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുന്നൊരു സ്വയം ഉപേക്ഷയാണ്. ആദ്യം പറഞ്ഞ സമർപ്പണത്തിന് നേർ വിപരീതമായൊരു കാര്യമല്ല അത്. സ്നേഹം അവനവനെ ഉപേക്ഷിച്ച് മറ്റുള്ളവന് വേണ്ടി സമർപ്പിക്കുന്നതിന്റെ പേരാണ്. അത് സന്യാസത്തിലായാലും ദാമ്പത്യത്തിലായാലും സ്വയം ഉപേക്ഷ വഴി അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന ധർമ്മമാണുള്ളത്. അപ്പൊ അതുകൊണ്ട് സ്നേഹിക്കണം, നിങ്ങൾ അവരോട് കോപാകുലരാകരുത്, നിങ്ങൾ അവരോട് വിരോധമായി പെരുമാറരുത് എന്ന് പറയുമ്പോൾ ഈ അവരനെ ശത്രുവാക്കി സമർപ്പണത്തിൽ നിന്ന് ഒഴിഞ്ഞൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകരുത്, സ്നേഹവിരുദ്ധമാകരുത് എന്ന് പറയുന്നതിനർത്ഥം സമർപ്പണത്തിൽ നിങ്ങൾ വീണു പോകരുതെന്നാണ്, സ്വയം ഉപേക്ഷയിൽ നിന്ന് നിങ്ങൾ വീണു പോകരുതെന്നാണ്. അപ്പോ ബന്ധത്തിനകത്ത് പരസ്പരം വിധേയത്വവും പരസ്പരം സമ്പൂർണ്ണ സമർപ്പണവും ഉണ്ടാകണം. ബന്ധം എന്ന് പറയുന്നത് ദൈവത്തെ പ്രതി അവരനെ തന്നെ നൽകാനുള്ള വിളിയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോഴൊക്കെ ബന്ധങ്ങൾ ശിഥിലമാകും. കുട്ടികളെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ അത് എത്രത്തോളം ഏത് പ്രായത്തോളം എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും മക്കളുടെ മേലെ ആധിപത്യം പുലർത്താനുള്ള അവകാശമല്ല അത്. അവരെ പരിപാലിക്കേണ്ട, അവർ വ്യക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവാർജിക്കുന്ന ഒരു പ്രായത്തിൽ അവരെ സ്വതന്ത്രരാക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ഇപ്പോൾ അത് കഴിയാതെ പോവാണ്. നമ്മൾ അവരുടെ മേലെ ആധിപത്യം പുലർത്താനും അവരെ അടിച്ചമർത്താനും ശ്രമിച്ചാൽ യഥാർത്ഥം സംഭവിക്കുന്നത് എന്താ? അതുകൊണ്ട് നിങ്ങൾ അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഇന്ന് മക്കളെക്കുറിച്ച് പ്രതീക്ഷ വയ്ക്കുന്നവരാകുമ്പോഴാണ് നിരാശപ്പെടേണ്ടി വരുന്നത്. മക്കളെ നമുക്ക് നൽകിയിട്ടുള്ളത് മക്കളെ ശുശ്രൂഷിക്കാനാണ്, അവരെ അടിച്ചമർത്താനല്ല, അവരുടെ ആധിപത്യം പുലർത്താനല്ല. കുടുംബങ്ങൾക്കകത്ത് പലപ്പോഴും കുട്ടികൾ അനുഭവിക്കുന്ന വ്യഥകൾ നിരവധിയാണ്. ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്ന, മൂക്ക് കയറിടുന്ന പ്രവണത മാതാപിതാക്കൾ അവസാനിപ്പിക്കണം. പകരം ഉണ്ടാകേണ്ടത് എന്താ? പകരം ഉണ്ടാകേണ്ടത് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവത്താൽ തങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന ഭാവമാണ്. രണ്ടാമത് മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ട കാര്യം എന്താ? എന്നോടല്ല നന്ദി വേണ്ടത്, ദൈവത്തോടാണെന്ന ഭാവമാണ്. മക്കൾക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യം ചെയ്തു കൊടുക്കുമ്പോഴും അതിന്റെ കണക്ക് സൂക്ഷിക്കുന്നവരാ നമ്മൾ. പ്രസവിച്ച അമ്മ പറയും, ഞാൻ 10 മാസം കഷ്ടപ്പെട്ട് ചുമന്ന് കുഞ്ഞായിരുന്നപ്പോൾ എടുത്തു വളർത്തി, രോഗം വന്നപ്പോൾ നോക്കി. ഈ കണക്ക് പറയാനുള്ളതല്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് വിവാഹത്തിൽ സ്വയം സമർപ്പണം നടത്തിയത്. അങ്ങനെ ഒരു സ്വയം സമർപ്പണം ഉണ്ടെന്ന കാര്യം ഓർക്കണം. ഇത് അവരന് വേണ്ടി ചെയ്യാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ്. ആ സമർപ്പണത്തെ തള്ളിപ്പറയരുത്. അതുകൊണ്ട് കണക്ക് പറയുന്നവരാകരുത്. മക്കൾക്ക് തങ്ങളോട് നന്ദി ഉണ്ടാകണമെന്നും കരുതരുത്. ഇതെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്ന ദൈവമാണ്. അവര് നിങ്ങൾ പറഞ്ഞിട്ടല്ല ഭൂമി വന്നത്, നിങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല അവർ മക്കളായത്. അത് ദൈവം തീരുമാനിച്ചിട്ടാണ്. നിങ്ങളുടെ ഇഷ്ടം നിറവേറ്റി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധ്യമല്ല. ദൈവം അനുവദിച്ചത് കൊണ്ടും ദൈവം ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ജന്മാവകാശം കിട്ടിയ കുഞ്ഞുങ്ങൾ സ്വതന്ത്ര പൗരരാണ്, ദൈവത്തിന്റെ മക്കളാണ്. അവരെ ശുശ്രൂഷിക്കുക വഴി നിങ്ങളുടെ ദൗത്യം പുരോഗമിക്കുകയും നിങ്ങൾക്ക് സ്വർഗഭാഗ്യം അവകാശമാകുകയും ചെയ്യും. നിത്യരക്ഷ അനുഭവിക്കാൻ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്ന കടമയിലേക്ക് പോകാൻ വേണ്ടി ദൈവം തന്ന ഉപാധികളാണ് മക്കൾ. അവരെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് കൊളോസ്യരുടെ ലേഖനം പറയുന്നത് കുട്ടികളെ പ്രകോപിപ്പിക്കരുതെന്നാണ്. പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് വെർഷനിൽ പറയുന്നത് നിങ്ങൾ അവരിൽ നിന്ന് കൂടുതലൊന്നും ആവശ്യപ്പെടരുതെന്നാണ്. മക്കളിൽ നിന്ന് കൂടുതലൊന്നും ആവശ്യപ്പെടരുത്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആത്മധൈര്യം ചോർന്നു പോകും. നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നിങ്ങളുടെ സങ്കല്പങ്ങളാണ്, അവർക്ക് അവരെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അവരുടേതായിട്ടുണ്ട്. ദൈവത്തിനൊരു സങ്കല്പമുണ്ട്. ദൈവത്തിന്റെ സങ്കല്പത്തിലേക്ക് അവർ വളരാൻ വേണ്ടി കർത്താവിൽ അവരെ പരിചരിക്കുക മാത്രമാണ് നമ്മുടെ കടമ. ഈശ്വരച്ചൻ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുടുംബ ബന്ധത്തിനകത്ത് നാം ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഈ ആധിപത്യ സ്വഭാവം, മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന രീതി, മറ്റുള്ളവരിൽ നിന്ന് നന്ദിയും നന്മയും ഒക്കെ പ്രതീക്ഷിക്കുന്ന സ്വഭാവം, അതൊക്കെ നമ്മിലുണ്ടോ? ഭാര്യ ഭർത്താവിന് വേണ്ടി സ്വയം സമർപ്പിതയാകുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിതനാകുന്നു എന്നതിനേക്കാൾ അവരെന്നെ എനിക്ക് വിധേയപ്പെടണം, എൻ്റെ കീഴിലാകണമെന്ന ചിന്തയുണ്ടോ? അവരെൻ്റെ മേൽ ആധിപത്യം പുലർത്താനുള്ള ഏതു ചിന്തയും
ക്രിസ്തു വിരുദ്ധമാണ്, അത് അഹങ്കാരമാണ്, അത് പ്രമാണ ലംഘനത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. മാതാപിതാക്കളെ സ്വീകരിക്കാൻ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ നൂറ് കുറവുകൾ അവരുടെ മുമ്പിൽ കാണാൻ പറ്റും. കർത്താവിനെ പ്രതി മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാൻ മക്കൾക്ക് കഴിയണം. ഒപ്പം തന്നെ മക്കളെ ദൈവത്തിൻ്റെ മക്കളായി, നമ്മുടെ മക്കളായിട്ടല്ല, ദൈവത്തിൻ്റെ മക്കളായി തിരിച്ചറിയാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയാണ് നമ്മുടെ ദൗത്യമെന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയണം. അവരിൽ നിന്നൊന്നും ഡിമാൻഡ് ചെയ്യുന്നവരായി മാറാതെ, അവരുടെ ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളയുന്നവരായി മാറാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഈ പറഞ്ഞതിന് ആകെത്തുകയായിട്ട് ഇത്രയേ ഉള്ളൂ. ദൈവം എന്താണോ പറഞ്ഞത് അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. കർത്താവിലേക്ക് നോക്കണം. കർത്താവ് പറയുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുമ്പോൾ, അതായത് സ്വയം ഉപേക്ഷ വഴി അവരന് ജീവനുണ്ടാകാൻ അപ്പമായും അവൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും നിലകൊള്ളാൻ കഴിയുമ്പോൾ, സ്വയം ഉപേക്ഷ വഴി മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ, ഒരു ആത്മസമർപ്പണത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ പുരോഗമിക്കും. അപ്രകാരം പുരോഗമിക്കുന്ന ഒരു ബന്ധമാണ് യൗസേപ്പ് നമുക്ക് കാട്ടിത്തരിക. ലോകത്തിന് മുഴുവൻ വേണ്ടി സ്വയം സമർപ്പിതനാകുന്ന ക്രിസ്തു തന്നെ അർപ്പിക്കുന്ന യാഗത്തിലൂടെ ലോകത്തെ രക്ഷിക്കുമ്പോൾ തിരിച്ചറിയണം, സ്വയം ഉപേക്ഷ എന്ന അടിസ്ഥാന ബിന്ദുവിലാണ് ഈ ബന്ധങ്ങളൊക്കെ പുരോഗമിക്കുന്നത്. അതാണ് രക്ഷയിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് സ്വയം ഉപേക്ഷ വഴിയും അവരന് വേണ്ടിയുള്ള ദൈവത്തിന്റെ സമ്മാനമാണ് നമ്മളെന്ന ബോധ്യത്തോടെയും, മറ്റുള്ളവരുടെ കുറവുകൾക്ക് പരിഹാരമായി മാറുന്നവരാണ് നമ്മളെന്ന ബോധ്യത്തോടെയും നമുക്ക് ജീവിക്കാൻ കഴിയണം. ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ, കർത്താവിനെ പ്രതി സ്നേഹിക്കാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ചെയ്ത പ്രവൃത്തി എന്താ? ക്രിസ്തു ലോകം മുഴുവന് വേണ്ടിയും തന്നെ സമർപ്പിച്ചു. അങ്ങനെ ലോകം മുഴുവന് വേണ്ടിയും തന്നെ സമർപ്പിച്ച ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുകരിക്കാനുള്ള ഇടമായി നമ്മുടെ ബന്ധങ്ങൾ മാറുമെങ്കിൽ നിശ്ചയമായും ആ ബന്ധങ്ങൾ നമ്മെ നിത്യരക്ഷയിലേക്ക് നയിക്കും. ആ ബന്ധങ്ങൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിട്ട് മാറും. അപ്രകാരമായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.